ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെൻസാണ്. നമ്മൾ 5 ടെൻസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് അതായത് ഭാവിയിൽ, അടുത്ത നിമിഷം മുതൽ ഭാവിയാണല്ലോ, ഭാവിയിൽ ഒരു കാര്യം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിലെ താരം, അതായത് ഓക്സിലറി വെർബ്, ഞാൻ ഓക്സിലറി വെർബും താരം എന്നാണ് പറയാറ്. അപ്പോൾ ഇതിലെ താരം വിൽ ബി ആണ്. വില്ലും ബിയും ചേർന്നത്. അപ്പം ഇതുവരെ നമ്മൾ ഒരു ഓക്സിലറി വെർബുകളാണ് പറഞ്ഞു വന്നത്. അതായത് ഡു, ഡസ്, ഡിഡ്, വിൽ, ആമീസ് ആർ, വാസ് വെർ. അപ്പം വില്ലും ബിയും ചേർന്നിട്ട് 2 രൂപങ്ങളാണ് ഇനി നമുക്ക് അങ്ങോട്ട് കാണാൻ വരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ഡു, ഡസ്, ഡിഡ്, വിൽ, ആമീസ് ആർ, വാസ് വെർ ആയിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് കാണാൻ പോകുന്നത് വിൽ, ബി, ഇങ്ങനെ 2 ആൾക്കാർ ചേർന്ന രൂപങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഓക്സിലറി വെർബായിട്ട്. അപ്പം വിൽ എന്ന് പറഞ്ഞാൽ ഒന്നും, ബി എന്ന് പറഞ്ഞാൽ ആകുക, ആയിരിക്കും, ആകുമായിരിക്കും എന്നൊക്കെയാണ് അർത്ഥം തന്നെ വരുന്നത്. 2 കൂടി ചേർമ്പോൾ, വില്ലും ബിയും കൂടി ചേർമ്പോൾ ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അതിന് അർത്ഥം വരിക കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ടൊരു മാർക്കറ്റിൽ പോകുന്ന കാര്യമാണ് എല്ലാ ടെൻസിലൂടെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നാളെ ഞാൻ ഈ സമയത്ത് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. ഈ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്, ഈ വിൽ ബി ഉപയോഗിച്ചിട്ട്. വിൽ ബി ആണ് അതിൻ്റെ താരം. ഐ വിൽ ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഐ വിൽ ബി ഗോയിങ് ടു ദ മാർക്കറ്റ്, I will be going to the market at this time tomorrow. ഓക്കെ, പിന്നെ ഞാൻ പറയാറുണ്ട് ഈ സെൻറ്റൻസിൻ്റെ 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ടെൻസ് ഫോമിൽ വരുന്ന ഒരുവിധം സെൻറ്റൻസിൻ്റെ 4 രൂപങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ തലച്ചോറ്, നമ്മളെ ബ്രെയിൻ കഷ്ടപ്പെടും. അപ്പം നമ്മൾ മുൻകൂട്ടി അതിനെ പഠിച്ചു വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പഠിച്ചു വെച്ചിട്ട് അതിന് പഠിച്ചു വെച്ചാൽ പോരാ, മനസ്സിലാക്കി വെച്ചാൽ പോരാ, പ്രാക്ടീസ് ചെയ്യണം. നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള നമ്മൾ സംസാരിക്കും വരും, അല്ലാതെ വരില്ല കേട്ടോ. അപ്പം ഐ വിൽ ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെഗറ്റീവ് ഫോം ഐ വോണ്ട് ബി, ഐ വിൽ നോട്ട് ബി, ഐ വോണ്ട് ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഞാൻ ഈ സമയത്ത് മാർക്കറ്റിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ചോദ്യരൂപം വിൽ യു ബി. നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ട് വിൽ യു ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. വിൽ യു ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ നിങ്ങൾ ഈ സമയത്ത് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ? നാളെ ഈ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ആയിരിക്കില്ലേ, നാളെ ഈ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ വോണ്ട് യു ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. വോണ്ട് യു ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഓക്കെ, പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ആപ്റ്റായ WH ഫോംസ് ഉപയോഗിച്ച് പഠിക്കാം. നാളെ നിങ്ങൾ എപ്പോഴായിരിക്കും മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചോടെ. വെൻ വിൽ യു ബി ഗോയിങ് ടു ദ മാർക്കറ്റ് ടുമോറോ. നാളെ നിങ്ങൾ എപ്പോഴായിരിക്കും മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുക എന്നൊക്കെ നമുക്ക് ചോദിച്ചോടെ. അതുപോലെ WH ഫോംസ് ആപ്റ്റ് ചെയ്ത് എന്താ വെച്ചാൽ അത് നോക്കിയിട്ട് 18, 19 WH ഫോംസിൻ്റെ അതിൻ്റെ മാത്രം വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ ടെൻസ് എടുക്കുമ്പോൾ പറയാറുണ്ട്. ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് WH ഫോംസ് ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ആപ്റ്റായ WH ഫോംസ് ഉപയോഗിച്ച് പഠിക്കാം. പിന്നെ അതിനൊരു എല്ലാ ടെൻസിൻ്റെ അതിൻ്റെതായ ടൈം എക്സ്പ്രഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ നാളെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അടുത്ത ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ ടൈം എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കാം. ഐ വിൽ ബി ഗോയിങ് ടു ദ മാർക്കറ്റ് അറ്റ് ദിസ് ടൈം, ദ ഡേ ആഫ്റ്റർ ടുമോറോ, ആൻഡ് നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത് ഒക്കെ പറയാം. അതാണ് ഇതിൻ്റെ ടൈം എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പം
അതുകൂടാതെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ബി എന്ന ആളെ നമ്മൾ ഈ ടെൻസിലാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. വിൽ ബി ആണല്ലോ ഇവിടുത്തെ താരം. ഈ ബിക്ക് ശേഷം നമുക്ക് 5 ഫോമുകൾ ഉപയോഗിക്കാനുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബിക്ക് ശേഷം ഒരു ING ഫോം ഉപയോഗിക്കാം. ING ഫോം നമ്മളിവിടെ ഉപയോഗിച്ചു. അതിൻ്റെ തുടർച്ച കാണിക്കാൻ അടുത്ത ദിവസം, അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒക്കെ നമ്മൾ ഒരു തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചാൻസ് കാണുമ്പോൾ, ഒരു സാധ്യത കാണുമ്പോഴാണ് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ING ഫോം ഉപയോഗിക്കാം. പിന്നെ ഒരു നൗൺ ഉപയോഗിക്കാം. പിന്നെ ഒരു ലൊക്കേഷൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. പിന്നെ ഒരു V3 ഫോം ഉപയോഗിക്കാം. അങ്ങനെ 5 കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അത് ഐ വിൽ ബി ദർ എന്ന് പറയില്ലേ, അതാണ് ലൊക്കേഷൻ. ഐ വിൽ ബി അറ്റ് ലുലു മാൾ, അല്ലെങ്കിൽ ഐ വിൽ ബി അറ്റ് ദറ്റ് ബസ് സ്റ്റോപ്പ് അങ്ങനെ പറയില്ലേ. അപ്പം അതാണ് ഒരു ലൊക്കേഷനായി കാണുന്നത്. എന്നിട്ട് നമ്മൾ ING ഫോംസ് ഇവിടെ ഉപയോഗിച്ചു. പിന്നെ V3 ഫോം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പാസീവ് വേഴ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ടെൻസ് വളരെ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക, ഈ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക. ആ ഒരു സെൻറ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 രൂപങ്ങളും പഠിക്കാം. ഇങ്ങനെ നമുക്ക് ഇത് സ്വായത്തമാക്കാവുന്നുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സാന്നിധ്യം അറിയിക്കുക. വിമർശനങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തായാലും നിങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ.